നമസ്കാരം. പത്രത്തിലൊരു നല്ലൊരു വാർത്ത കണ്ടു സർക്കാരിനെ കുറിച്ച്. സർക്കാരിൻ്റെ നന്മയെക്കുറിച്ചാണ്. അപ്പോൾ ആ നന്മ എന്ന് പറയുന്ന പ്രവൃത്തി നമ്മൾ എപ്പോഴും വലുതാക്കി കാണണമല്ലോ. വലുതായി കാണണം. അത് എല്ലാവരിലും പറഞ്ഞ് നമുക്ക് സർക്കാരിനെ പോഴ്ത്തണം. അതായത് ഗവൺമെൻറ് ജീവനക്കാരെ കുറിച്ചാണ്. ക്ഷാമബത്ത സമയങ്ങളിൽ കൊടുക്കാത്തതുകൊണ്ട് കോടതി സർക്കാരിനോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിരുന്നു. അങ്ങനെ 2-3 അവധി അങ്ങോട്ടൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം സത്യവാങ്മൂലം കൊടുത്തു സർക്കാർ. ക്ഷാമബത്ത അതായത് DA എന്ന് പറയുന്നത് ജീവനക്കാരുടെ അവകാശമല്ലെന്ന്. പിന്നെ അവകാശമേ അല്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇങ്ങനെയല്ല കേട്ടോ. അവരൊക്കെ അവകാശം എന്ന് പറഞ്ഞൊക്കെയാണ് കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നാലും മറ്റുള്ള സംസ്ഥാനത്തെ ജീവനക്കാർക്ക് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. ഇവിടെ മാത്രം കുറേ 5 വർഷത്തെ പെൻഡിങ് ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്നാലും ഗവൺമെൻറ് സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത് ഇതൊരു അവകാശമല്ല. സർക്കാരിൻ്റെ അഭിവാദ്യങ്ങൾ അങ്ങനെ ആവണം. കാരണം ഞാൻ മനസ്സിലാക്കിയത് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്ത് നന്മയെന്നല്ലേ. സർക്കാർ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. ഈ ജീവനക്കാരുടെ ക്ഷാമബത്ത സമയാസമയങ്ങളിൽ കൊടുക്കാതിരുന്നാൽ ഒത്തിരി ലാഭം കിട്ടത്തില്ലേ പൈസ. അത് നല്ല പ്രവർത്തനങ്ങൾക്ക് ഈ പൈസ ചിലവഴിക്കാം. അതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനെ ആവണം, അല്ലാതെ വേറെ മാർഗം കാണുന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് സർക്കാർ. വളരെ ചുരുക്കിയൊക്കെയാണ് സാമ്പത്തികം അവർ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ പറയത്തില്ലേ മുണ്ട് മുറുക്കി ഉടുക്കണം എന്നൊക്കെ, ആ ഒരു രീതി അവർ ദൂർത്തൊന്നും കാണിക്കാറില്ല കേട്ടോ. മുമ്പേ കണ്ടെന്തോ പ്രചരണത്തിന് കുറച്ചാണ്ട് മുമ്പേ എന്തോ 1.5 കോടിയുടെ ബസ് ഇറക്കി പ്രചരണത്തിനൊക്കെ കേരളം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയില്ലേ. അതൊന്നും ദൂർത്തൊന്നുമല്ല. അതൊക്കെ മനുഷ്യ നന്മയ്ക്കായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പം നമുക്ക് സർക്കാരിനോട് ഈർഷ്യ തോന്നുന്നില്ല. ഇപ്പം ഇവിടെ ഈ ക്ഷാമബത്ത അവകാശമല്ലെന്ന് പറഞ്ഞ് വാദിച്ച് അതിൽ നിന്നുള്ള ലാഭം മറ്റു ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. അതിനുള്ള പ്രവർത്തനവും അവർ തുടങ്ങി. സമൂഹത്തിൽ വളരെ പിന്നിൽ നിൽക്കുന്ന വളരെ കഷ്ടപ്പെട്ട് നന്മ മാത്രം ചെയ്യുന്ന, മനുഷ്യ നന്മയ്ക്കായിട്ട് നന്മ മാത്രം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ഭയങ്കര സ്നേഹമാണ് അവർ മനുഷ്യരോട്, സഹജീവികളോട്. നന്മ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനൊരു വിഭാഗമുണ്ട്. അവരുടെ ഉന്നമനത്തിനുമാണ് സാമ്പത്തികമായിട്ട് ഇവർ മറ്റുള്ളതിൽ നിന്നൊക്കെ പിടിച്ചിട്ട് നോക്കുന്നത്. അവരുടെ ഉന്നമനത്തിൽ പ്രവർത്തിക്കാനാണെന്ന് തോന്നുന്നു. അല്ലാതെ വേറെ ഇതൊന്നും കാണുന്നില്ല. എങ്ങനെയെങ്കിലും ജീവനക്കാരുടെ ഇപ്പോൾ പദ്ധതി കിടക്കുന്നത് കണ്ടു ശമ്പളം കുറയ്ക്കാനൊക്കെ ഉള്ള ആലോചനയിലാണെന്ന്. ശരിയാണോ എന്തോ, അതോ ഇനി പത്രങ്ങളൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഊഹാപോഹങ്ങൾ എഴുതുന്നതാണോ എന്നൊന്നും അറിയില്ല. ഞാനീ പറയുന്നത് എൻ്റെ കയ്യിൽ നിന്നല്ല കേട്ടോ. ഈ പത്രത്തിൽ വായിച്ചിട്ടൊക്കെയുള്ള അറിവ്, 2-3 പത്രം ഡെയിലി വായിക്കാറുണ്ട്. അതിൽ നിന്നുള്ള അറിവ് വെച്ചിട്ടാണ് ഞാൻ എൻ്റേതായ ഒരു അഭിപ്രായം ഇങ്ങനെ പറയുന്നത്. ഈ സർക്കാർ ഈ നന്മ ചെയ്യുന്ന വിഭാഗത്തിന് കൊടുക്കുന്ന അത് ഭയങ്കര സന്തോഷം തോന്നി. അതാണ് ഞാൻ ആദ്യം സർക്കാർ അഭിവാദ്യങ്ങളെന്ന് പറയാൻ കാരണം. കേരളത്തിൽ 3-4 സ്ഥലത്താണെന്ന് തോന്നുന്നത് ഇങ്ങനെയുള്ളൊരു വിഭാഗങ്ങൾ താമസിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ പൈസ നമ്മൾ ജീവനക്കാരോട് ഞാൻ പറയുന്നത്, ഈ പൈസ സർക്കാർ അങ്ങനെ എടുത്ത് ചിലവഴിക്കട്ടെ എന്നാണ്. അയ്യോ, ഞാൻ ആൾക്കാരെ ഏത് വിഭാഗമാണെന്ന് പറയാൻ പാടുന്നത് കേട്ടോ. സെൻട്രൽ ജയിലിൽ കഴിക്കുന്ന തടവുകാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നല്ല മനസ്സുള്ളവരല്ലേ, കുറ്റകൃത്യങ്ങൾ ഒന്നും ചെയ്യാത്തവരല്ലേ, അവരെ വെറുതെ പിടിച്ചിട്ടേക്കുന്നതായിരിക്കുമല്ലോ. അവർക്കാണ് ശമ്പളം കൂട്ടിയിരിക്കുന്നത്. ഒന്ന് നോക്കണേ.
പൈസ വേണ്ടേ അവർക്ക് ശമ്പളം കൂടുതൽ കൊടുക്കാൻ? നന്മ മാത്രം ചെയ്യുന്ന ആൾക്കാരല്ലേ, ചെയ്യട്ടെ. എനിക്കിപ്പോൾ അവരോട് അസൂയ തോന്നുകയാണ്. ഈ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെന്ന് വിധിക്കപ്പെട്ട ആ നല്ല മനുഷ്യർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ, സർക്കാർ ജീവനക്കാരോടുള്ളൂ എൻ്റെ ഒരു ചെറിയ ഒരു സജഷനാണ് പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങൾക്ക് ഈ പൈസ വേണോ, അതായത് സമൂഹത്തിനോ നന്മ മാത്രം ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിന് വേണോ പൈസ എന്ന് നിങ്ങൾ ചിന്തിക്കൂ. അപ്പോൾ നിങ്ങളുടെ ഈ പിടിക്കുന്ന പൈസ, ഈ കുറവ് ചെയ്യുന്ന പൈസ അവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.